ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ വളരെ രുചികരമായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു ഗ്രീൻ പീസ് കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. ഗ്രീൻ പീസ് ഇഷ്ടമില്ലാത്തവർക്ക് കൂടി ഇതുപോലൊരു കറി തയ്യാറാക്കി കൊടുത്തു നോക്കൂ, അവർ നല്ല സൂപ്പറായിട്ട് കഴിച്ചോളും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓള് മറക്കാതെ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നാൽ ശരി, എന്തെങ്ങനെയാ തയ്യാറാക്കുന്നത് വേഗം ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മുടെ ഈ ഗ്രീൻ പീസ് കറി തയ്യാറാക്കി എടുക്കാനായിട്ട് ആദ്യം നമുക്ക് ഗ്രീൻ പീസ് നന്നായിട്ട് ഒന്ന് കുതിർത്തെടുക്കേണ്ടതായിട്ടുണ്ട്. ഞാനിപ്പോൾ 1 കപ്പ് അളവിൽ ഗ്രീൻ പീസാണ് ഒന്ന് കുതിർത്തെടുത്തിട്ടുള്ളത്. 200 ഗ്രാം അളവിൽ ഗ്രീൻ പീസ് ഉണ്ട്. തലേദിവസം രാത്രിയിൽ തന്നെ നമ്മളൊന്ന് കുതിർക്കാൻ ഇടുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ ആകുമ്പോൾ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇതെല്ലാം ഒന്ന് കുതിർന്ന് കിട്ടിയിട്ടുണ്ടാകും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത്, ഞാനിപ്പോൾ ഒരു കുക്കർ ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുന്ന സമയം ഇതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് ചെറിയൊരു പീസ് അളവിൽ കറുവാപ്പട്ടയും 2 ഏലക്കയും 3 ഗ്രാമ്പും എടുത്തിട്ടുണ്ട്, അതുകൂടി ചേർക്കാവുന്നതാണ്. നമ്മുടെ ഈ ഏലക്കയും ഗ്രാമ്പും എല്ലാം നന്നായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് മീഡിയം സൈസ് സവാളയിൽ ഒരു 2 സവാള ഞാനിപ്പോൾ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്, അത് ചേർക്കാവുന്നതാണ്. അത്യാവശ്യം വലിയ സവാളയാണെന്നുണ്ടെങ്കിൽ 1.5 സവാള മതിയാവും. സവാള ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിക്ക് നമുക്കൊന്ന് വഴറ്റിയെടുക്കാവുന്നതാണ്. ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ചിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ കളറൊന്നും മാറണം എന്നുള്ള ആവശ്യമില്ല, നന്നായിട്ട് തന്നെ ഇതൊന്ന് ചൂടായി വരട്ടെ. ഒരല്പസമയം ഒന്ന് വഴറ്റി കൊടുത്തപ്പോഴത്തേക്കും തന്നെ നമ്മുടെ സവാള എല്ലാം നന്നായിട്ട് നിന്ന് വഴണ്ടി കിട്ടിയിട്ടുണ്ട്. കളറ് മാറിപ്പോകരുത് കേട്ടോ. കളറ് മാറിക്കഴിഞ്ഞാൽ നമ്മുടെ കറിയുടെ കളറും മാറിപ്പോകും. ഈ ഒരു സമയം നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ നിറയെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. കൂടെ വേണ്ടത് പച്ചമുളകാണ്. അത്യാവശ്യം വലിയ പച്ചമുളകിൽ ഒരു 3 എണ്ണം എടുത്തിട്ടുണ്ട്. നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകാണ് നമ്മൾ ചേർക്കുന്നത്. ഇതിലേക്ക് മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. ഇത് രണ്ടും ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാവുന്നതാണ്. ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ മാത്രം ലൈറ്റായിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു രീതിക്ക് ഒന്ന് വഴറ്റി കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് കുതിർത്തെടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് ചേർക്കാവുന്നതാണ്. 2 കപ്പോളം വെള്ളം കൂടി ചേർത്തിട്ടാണ് കേട്ടോ നമ്മുടെ ഗ്രീൻ പീസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഗ്രീൻ പീസും ചേർത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്കും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി സമയം ചേർക്കാവുന്നതാണ്. ഉപ്പും ചേർത്ത് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കണം. ഇനി നമുക്ക് നമ്മുടെ ഗ്രീൻ പീസ് നല്ല രീതിക്ക് തന്നെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 5-6 വിസിലാണ് ഞാനിപ്പോൾ വെക്കുന്നത്. എത്രത്തോളം നമ്മുടെ സോഫ്റ്റായിട്ട് നമ്മുടെ ഗ്രീൻ പീസ് വെന്ത് കിട്ടണമോ അതിനനുസരിച്ചിട്ടുള്ള വിസിൽ വെക്കാവുന്നതാണ്. പല കുക്കറിലും പല വിസിലാണ്. അപ്പോൾ അതിൻ്റെ പേരാണ് ഞാനത് കറക്റ്റായിട്ട് പറയാത്തത്. അതായത് ചില കുക്കറിൽ കുറച്ചും കൂടി കൂടുതൽ വേണം, ചില കുക്കറിൽ വളരെ കുറച്ച് മതിയാവും. അപ്പോൾ നമ്മൾ ഗ്രീൻ പീസ് വേകാനായിട്ട് എത്ര വിസിലാണോ വെക്കുന്നത് അതിനനുസരിച്ചിട്ട് വെക്കാം. ഞാനിപ്പോൾ ഇതിൽ ഒരു 5 വിസിലാണ് വെക്കുന്നത്. ആദ്യത്തെ ഒരു വിസിൽ മീഡിയം ഫ്ലെയിമിലും പിന്നീടുള്ള ബാക്കി 4 വിസിലും മീഡിയത്തെയും ലോക്കും ഇടയിലാണ് ഫ്ലെയിം വെക്കുന്നത്. എന്നാൽ ശരി, ഇതൊരു 5 വിസിൽ വരുന്നത് വരെ ഇങ്ങനെ ഒന്നിരിക്കട്ടെ. ഇപ്പോൾ ഇതിൽ ഒരു 5 വിസിലും കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് വേണ്ടത്, ഇതിപ്പോൾ തന്നെ തുറക്കാൻ വേണ്ടി നിൽക്കരുത്, ഇതിലെ കംപ്ലീറ്റ് പ്രഷറും പോയതിന് ശേഷം മാത്രം നമുക്കൊന്ന് തുറക്കാവുന്നതാണ്. ഇപ്പോൾ ഇതിലെ കംപ്ലീറ്റ് പ്രഷറും പോയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറക്കാവുന്നതാണ്. നല്ലതുപോലെ തന്നെ പെർഫെക്റ്റായിട്ട് നമ്മുടെ ഗ്രീൻ പീസ് എല്ലാം ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് നമ്മൾ കുറച്ചും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ ഗ്രീൻ പീസൊക്കെ പൊടിഞ്ഞു പോകും. ആ ഒരു സ്റ്റേജ് വരെ വേണം കേട്ടോ നമ്മുടെ ഗ്രീൻ പീസ് ഒന്ന് വേവിച്ചെടുക്കാനായിട്ട്. നന്നായിട്ട് ഗ്രീൻ പീസ് വെന്ത് കിട്ടിയാൽ മാത്രമേ ആ ഗ്രീൻ പീസിൻ്റെ ആ ഒരു ടേസ്റ്റ് നമ്മുടെ കറിയിലേക്ക് ഇറങ്ങുള്ളൂ. അതിൻ്റെ പേരിൽ നല്ല സോഫ്റ്റായിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടി പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചേക്കണം. ഈ ഒരു രീതിക്ക് നല്ല സോഫ്റ്റായിട്ട് നമ്മുടെ ഗ്രീൻ പീസ് എല്ലാം ഒന്ന് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ചെറിയൊരു തേങ്ങാക്കൂട്ടും കൂടിയാണ്. നമ്മുടെ ഈ തേങ്ങാക്കൂട്ട് തയ്യാറാക്കി എടുക്കാനായിട്ട് മിക്സിയുടെ ചെറിയൊരു ജാറൊന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആദ്യം ചേർക്കേണ്ടത് ചിരകിയ തേങ്ങയാണ്. 1 കപ്പ് അളവിലാണ് കേട്ടോ ഞാനിപ്പോൾ തേങ്ങ എടുത്തിട്ടുള്ളത്, ചേർക്കാവുന്നതാണ്. കൂടെ പിന്നെ വേണ്ടത് അണ്ടിപ്പരിപ്പാണ്. ഒരു 2 ടേബിൾ സ്പൂൺ നിറയെ തന്നെ അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്, അതും കൂടി. കൂടെ പിന്നെ ഇനി വേണ്ടത് പെരിഞ്ജീരകമാണ്. ചെറിയ ജീരകമല്ല, വലിയ ജീരകമാണ് കേട്ടോ. അപ്പോൾ 1/2 ടീസ്പൂൺ അളവിൽ അതുകൂടി ചേർക്കുകയാണ്. ഇനി ഇതിലേക്ക് ചെറിയൊരു പീസ് അളവിൽ കറുവാപ്പട്ടയും കൂടി ചേർക്കാവുന്നതാണ്. കൂടെ ഇതിലേക്ക് കുറച്ച് മാത്രം വെള്ളം കൂടി ചേർത്തിട്ട് നല്ല സ്മൂത്തായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാവുന്നതാണ്. ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് ഞാനിതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ തന്നെ ഇതൊന്ന് ഗ്രേവിയിലേക്ക് ചേർക്കാവുന്നതാണ്. ഇനി നമ്മുടെ ഈ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് അതും കൂടി ചേർക്കാം. തേങ്ങാക്കൂട്ട് ചേർത്ത് കൊടുത്ത് കഴിഞ്ഞ് വീണ്ടും ഫ്ലെയിം ഒന്ന് ഓണാക്കി കൊടുക്കാവുന്നതാണ്. ഇനി ഇത് നല്ല രീതിക്ക് തന്നെ വീണ്ടും ഒന്ന് യോജിപ്പിച്ചെടുക്കാം. നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സമയം ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. തേങ്ങ അരപ്പ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ തിളപ്പിക്കാൻ വേണ്ടി നിൽക്കരുത്. നന്നായിട്ടൊന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതിയാവും. ഫ്ലെയിം ഹൈയിൽ വെക്കേണ്ട, മീഡിയത്തിൽ വെച്ചിട്ട് തന്നെ നമുക്ക് നല്ല രീതിക്ക് ഒന്ന് ചൂടാക്കി എടുക്കാവുന്നതാണ്.
അപ്പോൾ തേങ്ങാക്കൂട്ട് ചേർത്ത് കൊടുത്തിട്ട് പിന്നീട് അങ്ങ് പൊയ്ക്കളയരുത്, കാരണം തിളച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ തേങ്ങ അങ്ങ് പിരിഞ്ഞു പോകും. അതിൻ്റെ പേരിലാണ് ഞാൻ എടുത്ത് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ കറിയെല്ലാം നന്നായിട്ട് നിന്ന് ചൂടായി തുടങ്ങിയിട്ടുണ്ട്. നല്ല രീതിക്ക് ഇതുപോലെ നിന്ന് ചൂടായി തുടങ്ങുന്ന സമയം ഇതിലേക്ക് നമുക്ക് ഒരല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും ചേർത്തിട്ട് എല്ലാം കൂടി വീണ്ടും ഒന്ന് യോജിപ്പിച്ചെടുക്കാവുന്നതാണ്. ലാസ്റ്റിൽ ഒരല്പം 1 ടീസ്പൂൺ അളവിൽ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കൂ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എത്രമാത്രം ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഗ്രീൻ പീസ് കറിയാണ് ഇതെന്ന് നിങ്ങൾ ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. സൂപ്പർ ടേസ്റ്റി ആയിട്ടാണ് കേട്ടോ ഈ ഗ്രീൻ പീസ് കറി നമുക്ക് കിട്ടുന്നത്. സാധാരണ നമ്മൾ എപ്പോഴും ഒരേ ടേസ്റ്റിലുള്ള ഗ്രീൻ പീസ് കറി തയ്യാറാക്കുന്നതിൽ നിന്നും ഇതുപോലൊരു വ്യത്യസ്തമായിട്ടുള്ള കറി കൂടി തയ്യാറാക്കി നോക്കൂ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിക്കുകയും വേണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. ഇത്ര എളുപ്പത്തിലും രുചികരമായിട്ടാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷാമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഷാർ വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.